ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുന്നു. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. പിന്നെയോ നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ സകല പ്രവൃത്തികളിലും വിശുദ്ധരായിരിക്കുവീൻ. പ്രിയമുള്ളവരെ, മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമായ അനേകം സഹോദരങ്ങൾ ജീവിതവിശുദ്ധി നഷ്ടപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് വീണുപോകുന്നു. പാട്ടും പ്രസംഗവും പ്രാർത്ഥനയും ഉപവാസവും ധ്യാനവുമെല്ലാം വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ വിശുദ്ധിയോടെ അർപ്പിക്കേണ്ടവയാണെന്ന് അനേക സഹോദരങ്ങൾ ഓർക്കാറില്ല. തന്റെ ജനമായ ഇസ്രായേൽ മക്കളോട് ഞാൻ വിശുദ്ധരാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്ന് യഹോവയാം ദൈവം അരുളി ചെയ്യുന്നു. ലേവ്യർ 11:45. അവരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ വിശുദ്ധനായ തനിക്ക് അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുവാൻ സാധ്യമല്ലെന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അസാൻമാർഗികതകളിലേക്ക് നമ്മെ നയിക്കുന്ന ദുർമോഹങ്ങളെ ഒഴിവാക്കുവാനും എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കുവാനും പത്രോസ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സ്ത്രീയെ കാമാസക്തിയോടെ നോക്കുന്ന ഓരോരുത്തനും ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തിരിക്കുന്നു എന്ന കർത്തൃവചനം നമ്മുടെ വിശുദ്ധിയെ അശുദ്ധമാക്കുന്ന പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. തെസ്സലോനിക്ക സഭയെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. നിങ്ങൾ സകലവിധ ലൈംഗിക ദുർനടപ്പിൽ നിന്നും അകന്നിരിക്കണം. നിങ്ങളിൽ ഓരോരുത്തരും വിശുദ്ധിയിലും ബഹുമാനത്തിലും അവനവന്റെ ശരീരത്തെ സൂക്ഷിക്കുവാൻ അറിയുന്നവനായിരിക്കണം. അത് ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിൽ ആയിരിക്കരുത് എന്നാണ് 1 തെസ്സലോനിക്കർ 4:3-5 വരെ. നമ്മുടെ വികാരവിചാരങ്ങളും പ്രവൃത്തികളും വിശുദ്ധമായ അവസ്ഥയിലാകുവാൻ നമ്മുടെ സകല പ്രവർത്തനങ്ങളിലും നാം വിശുദ്ധിയുള്ളവരായി തീരണം. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിനു വേണ്ടി പലതും പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് അഭിമാനിക്കുന്ന നിന്റെ ജീവിതം ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ളതാണോ? നിന്റെ പ്രവൃത്തികളും പ്രവർത്തനങ്ങളുമെല്ലാം വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നഗ്നവും ഗോചരവുമാണെന്ന് നീ ഓർമ്മിക്കുമോ? അഭിഷേകം ചെയ്യണമേ പരിശുദ്ധ